സോഷ്യൽ മീഡിയ എന്നത് നമ്മളെ വളരെയധികം ബന്ധിപ്പിക്കുന്നതും ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നതുമായ ഒരു ലോകമാണ്. അടുത്തിടെ ഉണ്ടായ ഒരു അനുഭവം എന്നെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു. അതാണ് ഇന്നത്തെ സക്കീർ സ്റ്റോറീസിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. എൻ്റെ ദീർഘകാലത്തെ എഞ്ചിനീയറിംഗ് പരിചയം മാത്രമല്ല, സാഹിത്യ പ്രവർത്തനങ്ങളും സാമൂഹിക വിഷയങ്ങളിലും ഒക്കെയുള്ള എൻ്റെ പ്രതികരണവും ഒക്കെ ഈ സക്കീർ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുവാനായി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സക്കീർ സ്റ്റോറീസിന്റെ 34-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അടുത്തിടെ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റിന്റെ താഴെ ഞാനൊരു സപ്പോർട്ടിംഗ് കമന്റ് ഇടുകയുണ്ടായി. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാൾ KSEBിയിൽ നിന്നും ഉന്നത ഉദ്യോഗത്തിൽ വിരമിച്ച അതിപ്രഗത്ഭനായ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന്റെ പല രാഷ്ട്രീയ വീക്ഷണങ്ങളോടും എനിക്ക് യോജിപ്പില്ലെങ്കിലും പല സാമൂഹ്യ നിരീക്ഷണങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം എനിക്ക് അതിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നതാണ്. ഞാൻ ഈ സപ്പോർട്ടിംഗ് കമന്റ് ഇട്ടത് രാത്രിയിൽ ഏകദേശം 9 മണി സമയത്താണ്. രാത്രിയിൽ ഏകദേശം 10:30 ആയപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിന്റെ സ്ഥിരം വ്യൂവർ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. ഒരെണ്ണമല്ല, തുടർച്ചയായിട്ട് 3 മെസ്സേജുകൾ. ഞാൻ ആ വോയിസ് മെസ്സേജ് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ എന്തോ കുഴച്ചിലും കൺഫ്യൂഷനും ഒക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. പല കാര്യങ്ങളും ഇറലവന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഏറ്റവും എനിക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം, അതിൽ 1-2 മെസ്സേജുകളിൽ ഒരു വർഗീയ ചുവ, ആ കമന്റുകളിൽ വർഗീയ ചുവ പോലും എനിക്ക് തോന്നുകയുണ്ടായി. സാധാരണ പകൽ സമയങ്ങളിൽ അദ്ദേഹം വളരെ ഭവ്യതയോടുകൂടി വളരെ മാന്യമായി മാത്രം എന്നോട് സംസാരിച്ചിരുന്ന എൻ്റെ ഒരു സബോർഡിനേറ്റ് ആണ്. പലപ്പോഴും പല ഉപദേശങ്ങളും തേടി ഇപ്പോഴും എന്നെ ഇടയ്ക്ക് വിളിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എന്തായാലും അപ്പോൾ ഒന്നും പ്രതികരിക്കണ്ട, രാവിലെ ആട്ടെ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാം എന്തു പറ്റി എന്നുള്ള കാര്യം അന്വേഷിക്കാമെന്ന് കരുതി ഞാൻ ഉറങ്ങാൻ പോയി. രാവിലെ ഞാൻ എഴുന്നേറ്റ ശേഷം അദ്ദേഹത്തിന് മറുപടി നൽകാമെന്ന് കരുതി വാട്സപ്പൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം കാണുവാൻ സാധിച്ചു. രാവിലെ ഒരു 5 മണി സമയത്ത് ആ 3 മെസ്സേജുകളും അദ്ദേഹം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച ഏതാനും പാഠങ്ങൾ, അല്ലെങ്കിൽ എനിക്കുണ്ടായ ഏതാനും ബോധ്യങ്ങൾ, അതാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ പാഠം അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ്, സോഷ്യൽ മീഡിയ സമം റിയൽ ലൈഫ് അല്ല. രാത്രി സമയം ഒരാളുടെ ഇമോഷണൽ റിയാക്ഷൻസ് വളരെ വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ പകൽ മുഴുവൻ ജോലി ചെയ്തതിന്റെ ക്ഷീണം കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം രാത്രിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതായ ആ ഒരു അവസ്ഥ കൊണ്ടോ, അല്ലെങ്കിൽ ഈ മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഒരു ആഘാതത്തിലോ ഒക്കെ ആയിരിക്കാം രാത്രി സമയം. എന്തായാലും രാത്രി സമയത്ത് ഒരാൾ ചെയ്ത ഒരു കമന്റ് കൊണ്ട്, ഒരു വോയിസ് മെസ്സേജ് കൊണ്ട് ഒരാളെയും നാം ജഡ്ജ് ചെയ്യരുത്. അതാണ് ഒന്നാമത്തെ പാഠം. ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് പ്രയാസമാകുന്ന രീതിയിൽ കണ്ടാൽ നാം ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം വെയിറ്റ്, അല്പം കാത്തിരിക്കുക. 2, തിങ്ക്, നമ്മൾ കുറച്ചുകൂടി ആലോചിച്ച ശേഷം മാത്രമേ പ്രതികരിക്കാവൂ. മൂന്നാമത്തെ കാര്യം, നാം റെസ്പോണ്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കാനുള്ള സമയം പോലും ആയിട്ടില്ല. നമ്മുടെ മനസ്സ് ഒരു കാം സ്റ്റേറ്റിലാവുന്നത് വരെ വീണ്ടും നാം വെയിറ്റ് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയല്ല, ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി വീണ്ടും നാം അല്പം കൂടി കാത്തിരിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും രാത്രി സമയം നാം പ്രതികരിക്കുക. നമുക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് രാത്രി സമയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക. കാരണം അവരിട്ടവരെ പോലെ തന്നെ നമ്മളും കൂടുതൽ വൈകാരിക അവസ്ഥയിലായിരിക്കും. അതേപോലെ തന്നെ തെറ്റിദ്ധാരണ കൂടുതലായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ വേണ്ട, പിറ്റേ ദിവസം രാവിലത്തേക്കെങ്കിലും മാറ്റിവെക്കണം. ഇത് പല പ്രശ്നങ്ങളിൽ നിന്നും, തുടർ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ്, രാഷ്ട്രീയ പോസ്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എത്രമാത്രം മലീമസമായി എന്നുള്ളത് ആ സോഷ്യൽ മീഡിയ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്കറിയാം. പലതും വ്യക്തിബന്ധങ്ങൾ പോലും തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പലരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും. ആ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പരസ്പരം വ്യത്യസ്തപ്പെട്ടതായിരിക്കും. ഒരു രാഷ്ട്രീയ പോസ്റ്റിൽ നാം കമന്റ് ചെയ്യും മുമ്പ് നമ്മോട് തന്നെ ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉചിതമായിരിക്കും. 1, ഇത് ഒരു പ്രയോജനമുള്ള അഭിപ്രായമാണ്. 2, ഇത് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതാണ്. 3, ഇത് ഒരു അൺനെസസറി ഫൈറ്റ് ഉണ്ടാക്കുമോ? ഈ സ്വയം ചോദിക്കുന്ന ഈ 3 ചോദ്യത്തിൽ
ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ യെസ് ആണ് ഉത്തരം നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിലേക്ക് മറുപടി പറയാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാലാമത്തെ പോയിന്റ് പേഴ്സണൽ അറ്റാക്സ് ആൻഡ് കമ്മ്യൂണൽ റിമാർക്സ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. സാധാരണ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില തെറ്റുകളാണ് വ്യക്തിപരമായ ആക്രമണം. രണ്ടാമത്തത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് റിമാർക്സ്. ജാതി മത വർഗത്തെ പറഞ്ഞു സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള ചില പരാമർശങ്ങൾ. മൂന്നാമത്തത് ഈ ആങ്കർ ടൈപ്പിംഗ്, അതായത് കേൾക്കുന്നതിന് മുമ്പേ തന്നെ എടുത്ത് വളരെ ദേഷ്യത്തോടു കൂടി ടൈപ്പ് ചെയ്യുക, ആങ്കർ ടൈപ്പിംഗ്. 4 മോക്കിംഗ്, പരസ്പരം കളിയാക്കൽ. പരസ്പരം കളിയാക്കലിന്റെ ഒക്കെ ഒരു പരിധി നാം സ്വയം നിശ്ചയിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നാം വീണ്ടും ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. ഈ വ്യക്തിയോട്, ഈ പോസ്റ്റ് ഇട്ട ആളിനോട് നേരിട്ട് കണ്ടാൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അദ്ദേഹത്തോട് ഞാൻ ഇപ്പോൾ ഇടുന്ന ഈ കമന്റ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് എനിക്ക് നേരിട്ട് ചോദിക്കുവാൻ സാധിക്കുമോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ നമുക്ക് അവരുടെ മുമ്പിൽ ചെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നതെങ്കിൽ പിന്നെ ആ പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അഞ്ചാമത്തെ പാഠം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് വോയിസ് മെസ്സേജുകളെ കുറിച്ച്. വോയിസ് മെസ്സേജുകൾ അയക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കുക. തിങ്ക് വൺസ് അഗെയിൻ. നല്ലവണ്ണം ആലോചിച്ച ശേഷം മാത്രമേ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്ന കാര്യത്തിൽ നാം തീരുമാനിക്കാവൂ. കാരണം ഈ വോയിസ് മെസ്സേജിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നാം ഉദ്ദേശിക്കുന്ന ഒരു ടോണിൽ ആയിരിക്കത്തില്ല ഇത് കേൾക്കുന്നയാൾ അത് മനസ്സിലാക്കുന്നത്. ആ ടോൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു പ്രശ്നം വോയിസ് മെസ്സേജുകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വോയിസ് മെസ്സേജ് ഈ അയക്കുന്ന ആളായാലും ശരി, പ്രതികരിക്കുന്ന ആളായാലും ശരി, മിക്കവാറും ഒരു ഓവർ ഇമോഷണൽ ആയിരിക്കും. സാധാരണ ഈ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ കുറെ നേരമൊക്കെ എഴുതി എല്ലാവരും പ്രതികരിക്കും. അവസാനം ദേഷ്യം വന്നു കഴിയുമ്പോഴാണ് പിന്നെ ഈ വോയിസ് മെസ്സേജുകൾ വരുന്നത്. വോയിസ് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഷ വളരെ മോശമായി തീരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. നാം എത്രമാത്രം ഓവർ ഇമോഷണൽ ആണ് എന്നുള്ളത്, നമ്മുടെ വൈകാരിക അവസ്ഥ എത്രമാത്രം രൂക്ഷമായിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അറിയില്ല. അത് മറ്റൊരാൾക്ക് ആ മെസ്സേജ് ചെന്ന് കഴിയുമ്പോഴാണ്, അവരത് കേട്ട് കഴിയുമ്പോഴാണ്, അതിന്റെ പ്രതികരണം വന്നു കഴിയുമ്പോഴാണ് അത് എത്രമാത്രം മോശമായി പോയി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ എത്രമാത്രം മോശമായ വൈകാരിക അവസ്ഥയിലാണ്, എത്രമാത്രം രൂക്ഷമായ വൈകാരിക അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് തന്നെ ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വോയിസ് മെസ്സേജ് വരുമ്പോൾ അയക്കേണ്ടുന്ന സാഹചര്യത്തിൽ 2 വട്ടം ആലോചിക്കുക. അതേപോലെ തന്നെ ഈ ഇമോഷണൽ ആയിട്ടുള്ള വോയിസ് മെസ്സേജസിന് ഞാൻ നേരത്തെ എൻ്റെ അനുഭവത്തിൽ ചെയ്തതുപോലെ ഉടൻ പ്രതികരിക്കാതിരിക്കുക. സാധാരണ നേരത്തെ ഞാൻ മറ്റ് പ്രതികരണങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യത്തിൽ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ലിസൺ, then understand, then wait, at least wait till next day morning എന്നുള്ള ഒരു പോളിസിയിലേക്ക് നാം മാറേണ്ടതുണ്ട്. 6ാമത്തെ പോയിന്റ്, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, നമ്മുടെ പേജ് എങ്ങനെയായിരിക്കണം അത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൽ ചില നിയമങ്ങൾ നാം സ്വയം ഉണ്ടാക്കി അത് ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മുടെ പേജിൽ നമുക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. എന്തിനൊക്കെയാണ് നമുക്ക് പൂർണ്ണമായ അധികാരം വേണ്ടത്? അബ്യൂസീവ് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അവരെ അപ്പോഴേ നീക്കം ചെയ്യുക, അതിന് നമുക്ക് പൂർണ്ണ അധികാരമുണ്ട്. 2, ഹെയ്റ്റ് സ്പീച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്തേക്കുക, നാം അത് അനുവദിക്കേണ്ടെന്ന കാര്യമില്ല. 3ാമത്തെ കാര്യം, നമ്മുടെ പേജിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന എന്തെല്ലാം വേണം, ആ എന്തെല്ലാം നിറയ്ക്കണമെന്ന് നമുക്ക് യുക്തമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ നാം തയ്യാറാവും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ അതൊരു നിയമം പോലെ നാം കൃത്യമായി നമ്മൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരു സേഫ് ആൻഡ് ഹെൽത്തി ഇടമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഒരു പോയിന്റ്, അത് എനിക്ക് തന്നെ കൂടുതൽ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു യൂട്യൂബർ എന്നുള്ള നിലയിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിലും എൻ്റെ വ്യൂവേഴ്സ് പല ആളുകളുമുണ്ട്, പല തരത്തിലുള്ള ആളുകളുമുണ്ട്. എഞ്ചിനീയർമാരുണ്ട്, സാധാരണ ഡാം ഓപ്പറേഷനെ കുറിച്ചൊക്കെ അറിയുവാൻ താല്പര്യമുള്ള പൊതുജനങ്ങളുണ്ട്, സാഹിത്യപരമായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണ സാഹിത്യ കുതുകികൾ ഉണ്ട്, അതേപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. സാധാരണ ഒരു എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിലുള്ള എല്ലാവരും ഒരു കുടുംബം ഒന്നാകെ കേൾക്കേണ്ടുന്ന ഒരു വീഡിയോകളൊക്കെ ആയതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ഹാൻഡിലുകളൊക്കെ ഞാൻ അതിലെ ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി, അല്ലെങ്കിൽ ഓരോ കമന്റിന് മറുപടി ഇടുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഇട്ടില്ലെങ്കിൽ ഞാനൊരു കരിയർ എന്നുള്ള രീതിയിലല്ല ഇത് എടുത്തേക്കുന്നത്, ഒരു പാഷൻ ഫുൾഫിൽമെന്റ് എന്നുള്ളതാണ്. എന്തായാലും ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരുവാൻ സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നാം ഒരു ഭാവി ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററോ ഒരു യൂട്യൂബറോ ഒക്കെ ആക്കി അതൊരു വലിയ പ്രൊഫഷനാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2 വട്ടം നമ്മുടെ പ്രതികരണത്തെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഓരോ വാക്കുകളും ഇടാവൂ എന്നാണ്
ഈ സോഷ്യൽ മീഡിയ മര്യാദകളിൽ എനിക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത്. ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയ ഒരു ശക്തമായ ഉപകരണമാണ്. നല്ലതിന് ഉപയോഗിച്ചാൽ അത് വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. എന്നാൽ ചീത്ത കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന മുറിവുകൾ വളരെ ആഴത്തിലുള്ളവയായിരിക്കും. സോഷ്യൽ മീഡിയ എന്ന ഈ ഉപകരണത്തെ നമ്മൾ അതിനെ നിയന്ത്രിക്കുന്നവരാകണം. സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിൽ ആവുവാൻ നാം അനുവദിക്കാൻ പാടില്ല. ഇന്ന് ഞാൻ പങ്കുവച്ച എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പാഠങ്ങൾ നിങ്ങളോട് പങ്കുവച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. മറ്റൊരു കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്കാണ് ഉണ്ടാവുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റായി ചെയ്യുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.